കുറച്ചുണ്ട്. ഇനി നിന്റെ മുഖത്തിന് നേരെ പിടിച്ചടാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പയർ ഇവിടെ നിന്നാണ് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ എന്താണ് സംഭവം, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ബ്രോ പറഞ്ഞത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തുനിന്നൊരു 4 വരാലിനെ പിടിച്ചിട്ടുണ്ട്. നല്ല നാടൻ സാധനം കണ്ട, നല്ല പെട്ടക്കണ സാധനം. ഒന്ന് പെടപ്പിച്ച് കാണിച്ച മൂച്ച കണ്ട, ഒരു അണ്ടിയിലുണ്ട് കേട്ടാ. കണ്ട കണ്ട, ഇതങ്ങോട്ട് സൈസാക്കാൻ പോണ്. അപ്പോൾ അതേ ഇതിൻ്റെ ഷെഫ് ഉമ്മച്ചനുണ്ട് ഇവിടെ. ഇതാണ് മെയിൻ ആള്. ഈ 4 എണ്ണത്തിനെ പിടിച്ച് കറക്കിയിട്ടേക്കുന്ന ആളിങ്ങനെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതേ കുളത്തിലേക്ക് ഇറങ്ങി പോവാണ്. ഇതിൻ്റെ അനുസരികളൊക്കെ റെഡി ആയിക്കൊണ്ട് പയറും പിന്നെ കൂട്ടിന് ലാലി. സംഭവം പൊളിക്കാൻ പോണാണ്. അപ്പം നമുക്ക് ബാക്കി കുക്കിങ്ങിൽ കാണാം. ബൈ ബൈ. മതി ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ്ട് നമ്മളെ വരാലുകുട്ടിനൊക്കെ അടിപൊളിയാക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നു, ഒരു സൈഡിൽ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതിലാണ് ഗൈസ്. അതാണെങ്കിൽ ഒരിക്കലും കത്തില്ല എന്നുള്ളൊരു വാശിയിലാണ് ഗൈസ് നമ്മൾ അടുപ്പ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ കളത്തിലേക്ക് അപ്പുച്ചേട്ടൻ ഇറങ്ങിയപ്പോൾ അടുപ്പൊക്കെ ഉണ്ട് താനെ ഇങ്ങോട്ട് കത്താൻ തുടങ്ങി. അപ്പോൾ അടുപ്പൊക്കെ കത്തി വന്നു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്യുന്നത് മെയിനും പയറട്ടോ, നമ്മളെ മെയിൻ ഹെൽപ്പറായിരുന്നു പയർ. അപ്പോൾ നമ്മളെ വരാലിനൊക്കെ നല്ലപോലെ കട്ട് ചെയ്യാണ്. പയർ ഇവിടെ ഇരുന്ന് നല്ലോണം മിക്സ് ചെയ്യാണ് ഗൈസ്. അപ്പം മിക്സ് ചെയ്ത് നമ്മളെ അരപ്പും മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് തിളപ്പിക്കണം. അതിനിടയ്ക്ക് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്ന് നോക്കുകയാണ് നമ്മൾ അപ്പുച്ചേട്ടായി. അതിനിടയ്ക്ക് ചിറ്റ വന്നിട്ട് ചോദിച്ചു ഇവിടെ എന്താ പരിപാടി, കുറേ നേരം ആയല്ലോ എന്ന്. അപ്പോൾ ഞങ്ങളെ എന്താ പരിപാടി എന്നൊക്കെ നോക്കാനാണ് ചിറ്റ വന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറേ തള്ളും ബെടായും തമാശയും വർത്താനവും ഒക്കെ പറഞ്ഞ് നമ്മളെ മസാല തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മളെ വരാലിനിട്ടു ഗൈസ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വാഴയിലയും വെച്ച് മൂടി വെച്ച് ഗൈസ്. അത് കഴിഞ്ഞ് അതൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മളെ പയർ അതൊന്ന് തുറന്നപ്പോൾ ഗൈസ് ആ ഒരു കളറും ആ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ അത് അങ്ങനെ നമ്മളെ വരാലി കറി അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളെ